നമസ്കാരം. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് വിഷാദ രോഗം അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇത് ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ തളർത്തുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് നമ്മുടെ ഈ കോവിഡ് കാലഘട്ടം കഴിഞ്ഞ സമയത്ത് ധാരാളം ആൾക്കാർ ഈ ഡിപ്രഷനിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒത്തിരി കാരണങ്ങളുണ്ട്. ഞാൻ കാരണങ്ങളിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് ആദ്യം ഒന്ന് പറയാം. പ്രധാനമായും വിഷാദ രോഗത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് അകാരണമായിട്ടുള്ള ക്ഷീണം, ഭയങ്കര ക്ഷീണം, ദുഃഖം. ഒരു ദുഃഖം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ സാധാരണ ദുഃഖമല്ല, ഒരു 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള കഠിനമായ ദുഃഖം. അതാണ് വിഷാദ രോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നെന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്നത് ഒരു ഉന്മേഷമില്ലായ്മ, ഒരു ഊർജ്ജസ്വലതയില്ലായ്മ, ഒരു കാര്യങ്ങളും ഒരു ഉന്മേഷത്തോട് ഊർജ്ജസ്വലതയോട് ചെയ്യാൻ സാധിക്കുന്നില്ല. അത് തൻ്റെ പ്രാഥമിക കാര്യങ്ങൾ പോലും, നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാതെ വരിക. പിന്നെ സ്ഥിരമായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പലതരത്തിലുള്ള ജോലികൾ അതൊന്നും കൃത്യമായി ചെയ്യാൻ പറ്റാതെ വരുന്നൊരവസ്ഥ. അതായത് എന്താ പറയുന്നത്, തന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള ഒരു തോന്നലിലേക്ക് എത്തിച്ചേരുക. താൻ ജീവിതത്തിലെ വലിയൊരു പരാജയമാണ് എന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ വലിയൊരു ഭാരം, നമ്മുടെ ഈ നെഞ്ചിൻ്റെ ഈ ഭാഗത്തായിട്ട് വലിയൊരു ഭാരം, വലിയൊരു കല്ല് കയറ്റി വെച്ചിരിക്കുന്നത് പോലെ ഉള്ളൊരു ഫീലിങ്സിലേക്ക് വരിക. എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആത്മഹത്യാ പ്രവണത, അതായത് തന്നെ ഈ ഒന്നിനും ഈ കൊള്ളില്ല, താൻ ഭൂമിക്കൊരു ഭാരമാണ്, നിങ്ങൾക്ക് അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു ഭാരമാണ്, എന്നെക്കൊണ്ട് നിങ്ങൾക്ക് ഇനി പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഇതൊക്കെ നിരന്തരമായി ആ വ്യക്തിയുടെ പ്രശ്നങ്ങളെ പറ്റിയാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ആ വ്യക്തി അതിങ്ങനെ പറഞ്ഞൊരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ഈവൻ സൂയിസൈഡ് ചെയ്യാൻ വരെയുള്ള ആ ഒരു പ്രവണതയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വിഷാദരോഗത്തിലുള്ള വ്യക്തിയുടെ അടുത്ത പ്രശ്നമാണ് ഉറക്കക്കുറവെന്ന് പറയുന്നത്. അവർ ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അവർ ഒട്ടും ഉറങ്ങാത്തൊരവസ്ഥയാണ്. ഇനി ഉറങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ കൂടുതൽ ഉറങ്ങിക്കളയും. അങ്ങനെ ഒരു സംഭവമുണ്ട്. ഫുഡാണെങ്കിലും അതേപോലെ തന്നെയാണ്. ഫുഡ് ഇപ്പം ഒന്നിൽ വിശപ്പില്ലായ്മ എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തും. ഫുഡ് ഇനി കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഓവറായിട്ടുള്ള, അതായത് കൂടുതൽ ഫുഡ് എത്ര കഴിച്ചാലും മതി വരാത്ത രീതിയിൽ ഫുഡ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ചില ലക്ഷണങ്ങൾ. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ എന്താ പറയുക, ഒരു ക്ഷീണം, അകാരണമായൊരു ക്ഷീണം ഇവരെ എപ്പോഴും ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഒരു സമൂഹത്തിൽ ഒറ്റപ്പെട്ടു എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇവർക്ക് എപ്പോഴും കൂടെ ഉണ്ടാവും.